അല്ല നമ്മളെ ഉന്നത വിദ്യാഭ്യാസമൊക്കെ ഇപ്പോൾ എവിടം വരെ എത്തി? നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേരളത്തിലെ സർവകലാശാലകളെല്ലാം തന്നെ ദേശീയ അന്തർദേശീയ ഗുണനിലവാര പരിശോധനകളിൽ വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ച് തിളങ്ങി നിൽക്കുന്ന ഒരു സന്ദർഭമാണിത്. തന്നെ അപ്പൊ കേരള സർവകലാശാലയുടെ കാര്യം എങ്ങനെ? കേരള സർവകലാശാല നാക് അക്രഡിറ്റേഷനിൽ ഏറ്റവും ഉയർന്ന ഗ്രേഡായ A++ കരസ്ഥമാക്കി NIRF റാങ്കിങ്ങിൽ പൊതു സർവകലാശാലകളുടെ ലിസ്റ്റിൽ രാജ്യത്ത് 9ാം സ്ഥാനത്താണ് സർവകലാശാല എത്തിയിട്ടുള്ളത്. ടീച്ചറെ, നമുക്കൊരു വാർത്ത ഒന്ന് കണ്ടു നോക്കിയാലോ? കേരള സർവകലാശാലയിൽ ഗുരുതര വീഴ്ച സംഭവിച്ചിരിക്കുകയാണ്. MBA വിദ്യാർത്ഥികളുടെ ഉത്തരക്കടലാസ് അധ്യാപകൻ നഷ്ടപ്പെടുത്തി എന്നാണ് റിപ്പോർട്ട്. വീണ്ടും പരീക്ഷ നടത്തുമെന്ന് സർവകലാശാല അറിയിച്ചിട്ടുണ്ട്. 2022-24 ബാച്ചിലെ 71 MBA വിദ്യാർത്ഥികളുടെ ഉത്തരക്കടലാസാണ് നഷ്ടമായത്. ഇനി പറയും ഉത്തരപേപ്പറും കൂടെ അല്ലാതെ ആവിയിൽ നോക്കി കുട്ടികളെ ജയിപ്പിക്കണ അതുവരെ വളർന്നു നമ്മളെ ഉന്നത വിദ്യാഭ്യാസം അല്ലേ? സംശയാസ്പദമായിട്ടുള്ള സാഹചര്യം ഇതിന് പിന്നിലുണ്ട്. അല്ല, ആ സംശയം തീർക്കുക. ഈ ഉത്തരപേപ്പർ കൊണ്ടുപോകാൻ ഏൽപ്പിച്ച ആ സാറോട് തന്നെ ചോദിച്ച് സംശയം തീർക്കുക. 13-ാം തീയതി രാത്രിയാണ് പേപ്പറിൻ്റെ 71 പേപ്പറുമായിട്ട് അതിൻ്റെ കാരണം ഞാൻ അത് ഫസ്റ്റ് ടൈമാണ് വാല്യൂ ചെയ്യുന്നത്. ആദ്യത്തേതാണല്ലേ? അപ്പം നല്ലൊരു ഭാവിങ്ങൊക്കെ കാണുന്നുണ്ട്. ബാക്കി പറയും എങ്ങനെ നിങ്ങൾ പോയത്? എറണാകുളം വരെ വണ്ടി ഓടിച്ചിട്ട് അവിടുന്ന് എങ്ങനെയും ട്രിവാൻഡ്രം എത്തിക്കഴിഞ്ഞാൽ 15-ാം തീയതി എത്താമെന്ന് വിചാരിച്ചിട്ടാണ് ഇവിടുന്ന് പോയത്. മോട്ടോർ സൈക്കിളിലേ ചായപ്പൊടിയും പഞ്ചസാരയൊക്കെ ഇങ്ങനെ തൂക്കി പോണത് പോലെ പേപ്പറും തൂക്കി ഇറങ്ങി പോയപ്പോൾ ഇത് ഇടയിൽ നിന്ന് വീണ് പോയി. ടീച്ചർ കേട്ടോ, ഉത്തരപേപ്പർ പാറിപ്പോയി. വീഴ്ചയിൽ പറ്റിയതാവണം. പോയി. ആ കുട്ടികളോട് നീ എന്ത് പറയും ടീച്ചറെ? അത്രയ്ക്ക് യോഗമുള്ളൂ എന്ന് കരുതിയാൽ മതി. യോഗം എങ്ങനെങ്കിലും ഒന്ന് പഠിച്ച് രക്ഷപ്പെടാൻ വേണ്ടി പരീക്ഷ എഴുതിയ കുട്ടികളാണ്. അല്ല സാറേ, ഇത് വീണ് പോയത് നിങ്ങൾ അറിഞ്ഞില്ലേ? വീണ് പോയിരിക്കണം എന്ന് ഞാൻ വിചാരിക്കണു. ബൈക്കിലായിരുന്നു അല്ലേ? ബൈക്കിലായിരുന്നു. ബൈക്കിൽ തൂക്കി പിടിച്ച് പോകുന്നതാണ്. സംഗതി പാറിപ്പോയി. അല്ല, ഇത് എവിടുന്നാ പോയതെന്ന് വല്ല ഐഡിയ ഉണ്ടോ? ആലത്തൂരൊക്കെ ആയപ്പോഴാണ് ഞാൻ കുഴൽമന്നോ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാക്കിയത്. ആലത്തൂർ എത്തിയപ്പോൾ തന്നെ സാധനം പോയിക്കണു. അല്ല, എന്നിട്ട് നിങ്ങൾ അവിടെ ഇറങ്ങി തെരഞ്ഞോ? അന്നത്തെ ദിവസം എല്ലാം അവിടെ പോയി എല്ലാം പിന്നെ നോക്കി, പക്ഷെ കിട്ടിയില്ല. എങ്ങനെ കിട്ടാനാ? എന്നിട്ട് നിങ്ങളിത് വേറെ ആരോടെങ്കിലും പറഞ്ഞോ? 14-ാം തീയതി രാത്രി ഞാൻ യൂണിവേഴ്സിറ്റി പോയി. 15-ാം തീയതി അവിടെ എത്തി. അവർ അറിയിച്ചു. അറിയിച്ചപ്പോൾ എന്താ പറഞ്ഞേ? ഇതിൻ്റെ പ്രൊസീജിയർ നോക്കിയിട്ട് പറയാമെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. തന്നെ ടീച്ചറെ, മൂപ്പര് അപ്പം തന്നെ വിവരം പറഞ്ഞിട്ടുണ്ടത്രേ. ഈ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ 3 തവണ സർവകലാശാല നോട്ടീസ് നൽകിയിട്ടും പ്രതികരിക്കാതെ നിശബ്ദത പാലിക്കുകയാണ് ഉണ്ടായത്. എങ്ങനെ മൂപ്പര് പ്രതികരിക്കുക? അല്ല സാറേ, ഈ കുട്ടികൾ ഇനിയിപ്പോൾ എന്താ ചെയ്യുക? സ്റ്റുഡൻസിനെ പിന്നെ അവരെ പഠിപ്പിക്കണമെങ്കിൽ ഞാൻ പഠിപ്പിക്കുക. കാരണം കുറച്ച് ലാഗ് വന്നിട്ടുണ്ടാവുമല്ലോ. എങ്ങനെയുണ്ട്? മൂപ്പര് വേണമെങ്കിൽ ആദ്യം മുതൽ പഠിപ്പിക്കാന്ന്. ഈ കുട്ടികൾക്കൊക്കെ വേറെ പണിയുണ്ട് സാറേ. ഇവിടെ തന്നെ നമുക്ക് സർട്ടിഫിക്കറ്റിൻ്റെ ഇഷ്യൂ കാരണം ജോലി കിട്ടാത്തവർ നിവർത്തിയില്ലാതെ ഇപ്പോൾ വിദേശത്ത് പോയതാണ്. അപ്പോൾ അവരങ്ങനെ അവിടെ നിന്നൊരു ജോലി സെറ്റ് ചെയ്ത് അങ്ങോട്ട് ചെന്നപ്പോൾ ഇവിടെ തിരിച്ചു വരാൻ ഭയങ്കര പാടുള്ള കാര്യം തന്നെയാണ്. വിസയ്ക്കൊക്കെ ഇഷ്യൂസ് വരാനുള്ളത്. കുട്ടികളൊക്കെ വേറെ ഓരോ രാജ്യത്ത് കൂടെ ഓരോ ജോലി എടുത്ത് ജീവിക്കുകയാണ്. ഇനിയും പരീക്ഷ എഴുതാന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല. ഒരു പിന്നെ ഇന്റേണലിന്റെ ആവറേജ് അങ്ങനെയൊക്കെ എടുത്തിട്ട് അവർക്ക് എന്തെങ്കിലും ഒരു വേണമെങ്കിൽ എടുക്കാം. സാറടുത്ത ഐഡിയ കുറേ ഉണ്ട്. ഇന്റേണൽ മാർക്ക് നോക്കി ഒരു ആവറേജ് മാർക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. എങ്ങനെയുണ്ട്? വെറുതെ ആൾക്കാരെ കൊണ്ട് ചിരിപ്പിക്കണ്ട. ഏതായാലും സംഗതി ആകെ പ്രശ്നം തന്നെയാണ്. അപ്പോൾ പഠിച്ച് പരീക്ഷ എഴുതി ഇത് കഴിഞ്ഞു രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ച കുട്ടികൾ തിരിച്ചു വന്ന് പരീക്ഷ എഴുതോ അതോ ഇന്റേണൽ മാർക്കിന്റെ ആവറേജ് നോക്കി കുട്ടികളെ ജയിപ്പിക്കുമോ എന്നൊക്കെ കാത്തിരുന്ന് കാണാം.